വെൽക്കം ബാക്ക് ടു അനൂസ് മാജിക് പ്ലേറ്റ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ലഞ്ച് റെസിപ്പിയാണ്, ടൊമാറ്റോ എഗ് റൈസ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമായ റൈസ് റെസിപ്പിയാണിത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുൻപായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എങ്കിൽ ഒട്ടും താമസിക്കേണ്ട, വീഡിയോ കാണും. അപ്പോൾ ടൊമാറ്റോ എഗ് റൈസ് ഉണ്ടാക്കുവാനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ബസ്മതി റൈസ് ആണ്. ബസ്മതി റൈസ് 1.25 കപ്പ് മെഷർമെൻറ്റ് കപ്പിൽ അളന്ന് വെച്ചതാണ്. ഇത് നന്നായിട്ട് കഴുകി 10 മിനിറ്റ് കുതിർത്തതിന് ശേഷം വെള്ളം വാലാൻ വെച്ചു. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്നതാണിത്. പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞത്, പിന്നെ 2 തക്കാളി അരിഞ്ഞത്, പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ വേണ്ടത് 2-3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, പിന്നെ 2 മുട്ട, പിന്നെ കറിവേപ്പില, മല്ലിയില, ചെറിയ കഷ്ണം കറുവപ്പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക, പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ ഗരം മസാല. ഇതിൻ്റെ അളവ് പിന്നീട് ഞാൻ പറഞ്ഞു തരാം. പിന്നെ സൺഫ്ലവർ ഓയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും മതിയാകും. എങ്കിൽ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിൽ ഈ അരിയുടെ നേരെ ഇരട്ടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1.25 കപ്പ് ബസ്മതി റൈസിന് 2.5 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ഒരു കഷ്ണം കറുവാപ്പട്ട, 2 ഗ്രാമ്പു, ഏലക്ക ഇത്ര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറച്ച് മുൻപോട്ട് നിൽക്കണം, എങ്കിലേ അരി വെന്ത് കഴിയുമ്പം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഈ വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കിന് റൈസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു കഷ്ണം കറുവാപ്പട്ടയും ഗ്രാമ്പു 2 എണ്ണം, 2 ഏലക്ക, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നമ്മൾ തിളയ്ക്കാൻ വെച്ചതാണ്. തിളച്ച ശേഷം ഉടനെ നമുക്ക് റൈസ് കുക്കറിൽ എടുത്ത് വെക്കാം. ഒരു 20-25 മിനിറ്റിനുള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടും. ഒത്തിരി വെന്ത് പോകരുത്, നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കണം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് റൈസ് കുക്കറിലേക്ക് എടുത്ത് വെക്കാൻ പോവാണ്. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓരോ അരിക്കും വ്യത്യാസം കാണും വേവിൻ്റെ കാര്യത്തിൽ. ഒരു 20-25 മിനിറ്റിനുള്ളിൽ നമ്മുടെ അരി വെന്ത് കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കാം. അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഞാൻ കുറച്ചു മുമ്പ് പറയാൻ വിട്ടുപോയതാണ്. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഞാനൊരു മീഡിയം
സൈസ് സവോളയാണ് എടുത്തിരുന്നത്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോളയുടെ കളർ ചെറുതായിട്ട് മാറിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. സവോളയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഓപ്ഷണലാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്നോർത്ത് ഞാൻ ക്യാരറ്റാണ് ചേർക്കുന്നത്. കുട്ടികൾക്ക് ടിഫിൻ കൊടുത്തു വിടുമ്പോൾ ഈ ഒരു രീതിയിൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല 1/4 ടീസ്പൂൺ. ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് എരിവ് അധികം കാണുകയില്ല, കളർ ഉണ്ടെന്നേ ഉള്ളൂ. നിങ്ങളുടെ എരിവിനനുസരിച്ച് പൊടികളുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പൊടികൾ ചേർത്ത് കഴിയുമ്പോൾ തീ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആകുന്നിടം വരെ വഴറ്റി കൊടുക്കണം. കുറച്ച് സമയം നമുക്ക് മൂടി വയ്ക്കാം. തീ കുറച്ച് വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് മുട്ട അടിച്ചെടുക്കാം. 2 മുട്ട നമുക്ക് ഈ പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അടിച്ചെടുക്കുക. തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് കൂട്ടി വെച്ചതിന് ശേഷം മുട്ട നന്നായിട്ട് ചിക്കി കൊടുക്കുക. ഈ റൈസിന് കറിയുടെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ചൂടോട് കൂടി കഴിക്കാവുന്നതാണ്. ചിക്കൻ കറി ഉണ്ടെങ്കിൽ വളരെ നല്ലത്. ഞാൻ സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ പിറ്റേ ദിവസം ഈ റൈസ് ഉണ്ടാക്കാറുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് പിള്ളേർക്ക് ടിഫിനിൽ കൊടുത്തു വിടുകയും ചെയ്യാം. അങ്ങനെ ഓർത്ത് ഞാൻ ഇടയ്ക്കിവിടെ ഉണ്ടാക്കാറുള്ളതാണ്. ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട്, നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. മസാല റെഡിയായി. ഇനി നമുക്ക് റൈസ് വെന്തോന്ന് നോക്കിയിട്ട് അതും ചേർത്ത് മിക്സ് ചെയ്താൽ മതി. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അരി വെന്തോന്ന് നോക്കിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അരി വെന്തോന്ന് നോക്കാം. വെള്ളമെല്ലാം പറ്റി നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി വെന്ത് പോകരുത്, ആ രീതിയിൽ നമുക്ക് കിട്ടണം. ഒത്തിരി വെന്ത് പോലെ നമ്മൾ മസാലയായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കിന് ഒത്തിരി കുഴഞ്ഞു പോകും. ഇനി നമുക്ക് ഈ റൈസ് ഈ മസാലയായിട്ട് ചേർത്ത് മിക്സ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം.
ചെറിയ രീതിയിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റൈസ് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുകയാണ്. വളരെ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ആ ക്യാരറ്റും തക്കാളിയും മുട്ടയൊക്കെ ചേർന്നതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൈസ് തന്നെയാണിത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് വളരെ ചെറിയ തീയിൽ കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ റൈസ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ റൈസ് വേറൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ടൊമാറ്റോ എഗ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു റൈസ് റെസിപ്പിയാണിത്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി വേറൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.